യേശുവനാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവനാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. Blessed New Year. Happy New Year. Blessings on this New Year. എല്ലാം അനുഗ്രഹങ്ങളും ഈ പുതുവർഷത്തിൽ 2026 ഒന്നാം ദിവസം ഇന്നർ ചേംബർ. ഓർത്ത് നോക്കിക്കേ, എന്ത് പെട്ടെന്ന് സമയം പോകുന്നത്. കർത്താവിനെ വെച്ച് 2 മാസം കഴിയുമ്പോൾ ഞൊടി നേരം കൊണ്ട് പോകും. ആ ഞൊടി നേരം കൊണ്ട് പോകുന്ന സമയത്ത് 7 വർഷമാകും ഇന്നർ ചേംബർ. It is amazing. It is amazing. And ഈ സമയത്ത് എനിക്ക് നന്ദി പറയാനായിട്ട് ഉള്ളത്, ഒന്ന്, ഹെവൻലി ഫീസ്റ്റിൻ്റെ ഓരോ കുടുംബങ്ങളും നമ്മൾ ഒന്നിച്ചു കൂടാൻ പോകുന്നു എന്ന് പറയുമ്പം രാവെന്നോ പകലെന്നോ ബുദ്ധിമുട്ടുണ്ടെന്നോ ഇല്ലെന്നോ, വണ്ടി കിട്ടിയില്ല അതുകൊണ്ട് വരാൻ പറ്റിയില്ല, ഒന്നും ഒരു പെറുപെറുപ്പും പരാതിയില്ല. വരുകയും നെഹ്റു സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ് വെളിയിലത്തെ നമ്മുടെ സ്ഥലത്തും വെളിയിലും ഒക്കെ നിറഞ്ഞ ജനം. ഇതെല്ലാം വാസ്തവത്തിൽ ഇതാണ് എൻ്റെ ഊർജം, നിങ്ങളുടെ സ്നേഹം. നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും കുടുംബമായി, ഇന്നർ ചേംബർ കുടുംബാംഗങ്ങൾ, ഹെവൻലി ഫീസ്റ്റ് കുടുംബാംഗങ്ങൾ, ഒരു വാക്കിൽ തയ്യാറായി ഒന്നിച്ച് 2026 വചനം കേൾക്കാനും. വാസ്തവത്തിൽ ചില ഉദ്യോഗസ്ഥന്മാർ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇറ്റ് റിയലി ടച്ച്ഡ് അവർ ഹാർട്ട്. എൻ്റെ ഹൃദയം സ്പർശിച്ചു. കാരണം പലരും വെളിയിൽ പോകുന്നത് കണ്ടു, പക്ഷെ അവർ തിരിച്ചു വരുന്നത് കണ്ടു. എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരുക. എന്തിനാ? മെസ്സേജിന്. മാത്രമല്ല, ലോകമെമ്പാടും ഈ പ്രാവശ്യത്തെ 31-ാം തീയതിയുടെ പ്രത്യേകത മറ്റൊന്നുണ്ടായിരുന്നു. ഹിന്ദിയിലും ബംഗ്ലയിലും ട്രാൻസ്ലേറ്റഡ് സൈമൾട്ടേനിയസ്. അതിനേക്കാളും വലിയ ഒരു പ്രിവിലേജ്, ഒരു അഭിമാനം സിസ്റ്റർ സ്റ്റെല്ല ദിനകരനെ ആദരിക്കാൻ പറ്റി. എന്നാ പറയണ്ടേ, ആ പ്രിവിലേജ് എന്നല്ല അതെന്ന് പറയണ്ടേ, ആ അവസരം എനിക്ക് ലഭിച്ചു. ആൻഡ് പലരും വിചാരിക്കുന്നത് ശുശ്രൂഷകരാണ് പവർഫുൾ. ശുശ്രൂഷകരനേക്കാളും കൂടുതൽ ശുശ്രൂഷകരുടെ ഭാര്യമാരാണ് പവർഫുൾ. അവരെ സ്റ്റേജിൽ കാണത്തില്ലായിരിക്കും, പക്ഷേ 22 ഒന്നത്രയെന്ന് ദൈവവചനം പറയുന്ന പ്രകാരം ദേ ക്യാരി ദ ഈക്വൽ ഓണർ. ഈക്വൽ, അവനായിരിക്കുന്നത് പോലെ നാമുമായിരിക്കുന്നു എന്ന് 1 യോഹന്നാൻ 4 പറയുന്നത് പ്രകാരം യേശു എങ്ങനെയാണോ മഹത്വത്തോടെ സ്വർഗത്തിലിരിക്കുന്നത്, അതുപോലെ മഹത്വത്തോടെയാണ് നമ്മൾ ഭൂമിയിലായിരിക്കുന്നത്. അതുപോലെ തന്നെ 22 ഒന്നത്രയെന്ന് പറയുന്ന, ഞാൻ ക്യാരി ചെയ്യുന്ന അതേ പ്രസൻസും അനോയിന്റിങ്, അതിൻ്റെ ഒരു ഡബിൾ പോർഷൻ ആയിരിക്കും എപ്പോഴും അനി ക്യാരി ചെയ്യുന്നത്. പക്ഷേ കാണാറില്ല, കേൾക്കാറില്ല, പ്രസംഗിക്കാറില്ല. അതുപോലെ തന്നെയാണ് സിസ്റ്റർ സ്റ്റെല്ല ദിനകരൻ
ദിനകരനങ്ങളുടെ പല വിഷമകാലം. ഇന്നലെയാണ് പോൾ ദിനകരൻ ബ്രദർ പറഞ്ഞപ്പോൾ മനസ്സിലായി. 39 വർഷം മുമ്പേ കണ്ണീരോടെ നെഹ്റു സ്റ്റേഡിയത്തിൽ പോൾ ദിനകരൻ്റെ ഏക പെങ്ങളും ദിനകരൻ്റെ ഏക മകളും ഒരു ആക്സിഡൻറ്റിൽ നിന്ന് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അന്ന് ഒത്തിരി പരിഹാസം കേട്ടു, ഒത്തിരി പരിഹാസം. ഞാൻ ഇന്നലെ പോലെ ഓർക്കുന്നു. അന്നൊക്കെ ഞാൻ സ്കൂളിലായിരുന്നു. ഒത്തിരി പരിഹാസങ്ങൾ. ആ പരിഹാസങ്ങൾ മുഴുവൻ വന്നത് ക്രൈസ്തവ വിശ്വാസികളുടെ കയ്യിൽ. ഇതാണ് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയാണ്, ഇതാണ് അതാണ്. പക്ഷെ ആ സമയത്ത് അദ്ദേഹം ഈ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് പ്രസംഗിക്കുകയും സ്റ്റെല്ല ആൻറ്റി ഒരു ഓർത്തെ അവരുടെ മകൾ നഷ്ടപ്പെട്ട ഭാരത്തിൽ കരയുകയും പോൾ ദിനകരൻ പറഞ്ഞത് 39 വർഷത്തിന് ശേഷം അതേ ഗ്രൗണ്ടിൽ എൻ്റെ അമ്മയെ ഹെവൻലി ഫീസ്റ്റ് മാനിക്കുക. അദ്ദേഹം എന്നോട് പറഞ്ഞു, വീണ്ടും എൻ്റെ പപ്പ ജീവിച്ചെഴുന്നേറ്റതുപോലെയാണ് ഇന്ന് രാത്രിത്തെ മീറ്റിംഗ്. ഇറ്റ് ഈസ് എ വേക്കിംഗ് അപ്പ് ഓഫ് മൈ ഫാദർ DGS ദിനകരൻ ഇന്ന് രാത്രിത്തെ മീറ്റിംഗ്. ആൻഡ് ഇറ്റ് റിയലി വാസ്. വി ഹാവ് ടു ഓണർ. നമ്മൾ ഓണർ ചെയ്യണം. ഇന്ന് 30-ാം തീയതി 31-ാം തീയതി ഇല്ലായിരുന്നു, ഡേറ്റ് മാറിപ്പോയത്. വെൽ വിഷർ ആൻഡ് ഫാമിലി ട്രിവാൻഡ്രം ഹെവൻലി ഫീസ്റ്റ് സെൻട്രൽ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹെവൻലി ഫീസ്റ്റ് ഫാമിലി ദമാം സൗദി അറേബ്യ. പ്രഭ ജോൺസൺ ആൻഡ് ഫാമിലി ഹെവൻലി ഫീസ്റ്റ് കോഴിക്കോട്. റോനക് ബ്രദർ ആൻഡ് സാറ സിസ്റ്റർ സെലിബ്രേറ്റിംഗ് ദർ വെഡിങ് ആനിവേഴ്സറി December 31st. ഹെവൻലി ഫീസ്റ്റ് ചർച്ച് കുവൈറ്റ്. താങ്ക് യു ഫോർ റിമെമ്പറിംഗ് ദം. രാജം ബ്രദർ ആൻഡ് ബിനു സിസ്റ്റർ സെലിബ്രേറ്റിംഗ് ദർ വെഡിങ് ആനിവേഴ്സറി. Martin and Marilyn Heavenly Feast Kuwait, God bless you. Amita and Namita celebrating their second wedding anniversary by Appa and Amma Dubai. ഇന്ന് വ്യാഴാഴ്ച സ്പോൺസർ ചെയ്തിരിക്കുന്നത് സമിത്ത് ആൻഡ് കെസിയ ഹെവൻലി ഫീസ്റ്റ് UK. സമിത്ത് റോണക്കിൻ്റെ സാറയുടെ ബ്രദറാണ്, റോണക്കിൻ്റെ ബ്രദറിൻ്റെയാണ്. ഗോഡ് ബ്ലെസ് യു സമിത്ത്. ഹെവൻലി ഫീസ്റ്റ് ചർച്ച് കോന്നി. തോമസ് വിനോദ് ആൻഡ് ഫാമിലി ഹെവൻലി ഫീസ്റ്റ് പത്തനംതിട്ട. ഹെവൻലി ഫീസ്റ്റ് ഡാലസ് ചർച്ച്. ഗോഡ് ബ്ലെസ് യു. ജോസഫ് ലൂക്കോസ്, ഗീത ജോസഫ്, ക്രിസ്റ്റീന ഹെവൻലി ഫീസ്റ്റ് UK. നമ്മുടെ ഡബ്ലിൻ സഭയുടെ ചുമതല വഹിക്കുന്ന ജോസഫ് ബ്രദർ. സംഗീത, തൻഹാര ആൻഡ് അർജുൻ ഹെവൻലി ഫീസ്റ്റ് സിംഗപ്പൂർ. ഗോഡ് ബ്ലെസ് യു. AF ജോസഫ് ആൻഡ് ഫാമിലി അബുദാബി. സുരേഷ് ബ്രദർ ആൻഡ് ഫാമിലി ഹെവൻലി ഫീസ്റ്റ് കുവൈറ്റ്. ഇവരെല്ലാം എല്ലാം 1-ാം തീയതി സ്പോൺസർ ചെയ്യുന്ന ചന്ദ്രൻ ആൻഡ് വനജ ചന്ദ്രൻ സെലിബ്രേറ്റിംഗ് ദർ 48th വെഡിങ് ആനിവേഴ്സറി ടുഡേ. ഹെവൻലി ഫീസ്റ്റ് ഇരിഞ്ഞാലക്കുട. ക്രിസ്റ്റീന സ്വീറ്റി celebrating her birthday today by Daddy, Mama, Gifty, Heavenly Feast, Kentucky, US. God bless you. Alka Sara Saji celebrating her 12th birthday. Alka, God bless you. Papa, Mama, Angel, Heavenly Feast Church, Bahrain. God bless you. So, ഇന്ന് ഈ വർഷത്തിൻ്റെ ആദ്യ ദിവസമാണ്. ഈ ആദ്യ ദിവസം വീണ്ടും ഒരിക്കൽ കൂടെ ഹൃദയപൂർവ്വം നന്ദി. ചില 92 വയസ്സുകാരെ ഞാൻ കണ്ടുമുട്ടി. 90 വയസ്സുകാരെ ഞാൻ കണ്ടുമുട്ടി. ഞാൻ ചോദിച്ചു, എവിടുന്നാണ് വരുന്നത്? കണ്ണൂരിൽ നിന്ന് വരും. ഞാൻ പറഞ്ഞു, എങ്ങനെ തിരിച്ചു പോകും? രാത്രി 3 മണിയുടെ ട്രെയിനിൽ തിരിച്ചു പോകും. ഇന്നലെ പുറപ്പെട്ടതാണ്. ആ വാക്കുകളാണ് എൻ്റെ ഇന്ധനം. സുവിശേഷത്തിന്
ഒരു എക്സ്ട്രാ മൈലൂടെ എടുക്കാൻ ആ പാവപ്പെട്ട അവർ ട്രെയിനെ കയറി ഒറ്റ വിളിയിൽ വന്ന് കർത്താവിൻ്റെ കൂടെ ഇരിക്കാനും മാത്രമല്ല ഈ കോട്ടയം പട്ടണം കാണുന്ന ഏറ്റവും വലിയൊരു മാതൃകയാണ് 31. ഗാലറി ടു ഗാലറി മുഴുവൻ ഫീൽഡും ഗ്രൗണ്ടും നിറഞ്ഞ് നിൽക്കുമ്പോൾ അച്ചടക്കത്തോടെ നിങ്ങൾ വരികയും അച്ചടക്കത്തോടെ പോവുകയും ചെയ്യുന്നു. ഒരു കാഴ്ച ലോകത്തിന് തന്നെ ഒരു മാതൃക. വി എൻ വാസവൻജി നമ്മുടെ മിനിസ്റ്റർ, അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ പേട്രൺ ഞാനാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് സാധാരണ മീറ്റിംഗ് അല്ല, പ്രാർത്ഥന കൂട്ടായ്മ വർഷങ്ങളായിട്ട് നടക്കുന്ന ഏറ്റവും അച്ചടക്കത്തോടെ. So it was glorious, it was wonderful, and thank you again for coming. So ഇന്ന് നമ്മൾ എഫീഷ്യർക്ക് എഴുതിയ ലേഖനമാണ് വായിക്കുന്നത് എങ്കിലും പഠിക്കുന്നതെങ്കിലും 1-2 വാക്ക് പുതുവർഷത്തിൻ്റെ പറഞ്ഞിട്ട് വേണമല്ലോ തുടങ്ങുന്നത്. ഈ വർഷം 2026 ദ ഇയർ ഓഫ് ഡിവൈൻ കണക്ഷൻസ്. ഡിവൈൻ കണക്ഷൻ എന്ന് പറയുമ്പം ദൈവവും വിശ്വസിക്കുന്നവരുമായിട്ട് ഒരു ഏറ്റവും അടുത്ത ബന്ധത്തിൽ നടക്കുന്ന ഒരു വർഷമാണ് ഡിവൈൻ കണക്ഷൻ. ഓഫ് കോഴ്സ് ദൈവവുമായിട്ട് കണക്റ്റഡായിട്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് സ്വസ്ഥത, സമാധാനം, സന്തോഷം, എല്ലാവിധമായ നന്മയും കാണും. ഒരിക്കൽ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുപ്പിക്കുമ്പോൾ ഇസ്രായേലിയരുടെ എന്നാ പറയണ്ടേ കംപ്ലൈൻറ്റും മർദ്ദലിക്കുന്നത് കണ്ട് ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ഇനി ഒരു ദൂതനെ അയക്കാം. വാഗ്ദത്ത ദേശത്തിലേക്ക് ഒരു ദൂതൻ നിങ്ങളെ എസ്കോർട്ട് ചെയ്തോളൂ, അതിൻ്റെ ആവശ്യവും. മോശ നിലവിളിച്ച് പറഞ്ഞു, അങ്ങയുടെ സാന്നിധ്യം വരുന്നില്ലെങ്കിൽ ഞാൻ പോകത്തില്ല. എൻ്റെ കാരണം 103 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടു, എന്നാൽ മോശ ദൈവത്തിൻ്റെ വഴികൾ അറിഞ്ഞു. പ്രവൃത്തി കാണുക, വഴികൾ അറിയുക, ഇത് രണ്ടും രണ്ടാണ്. ദൈവത്തിൻ്റെ വഴി അറിയുന്ന ആൾ ആരാ? ദൈവത്തിൻ്റെ ഹൃദയം അറിയുന്നവൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മനസ്സിലാക്കുന്നവൻ. മോശ തൻ്റെ 80-ാം വയസ്സിൽ 40 വയസ്സിൽ മിസ്രൈമിൽ നിന്ന് ഓടി ഒളിച്ചു. 80 വയസ്സായപ്പോൾ മുൾപടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഈ വർഷം യേശു തന്നെത്താൻ പ്രത്യക്ഷപ്പെടുന്ന വർഷമാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. തന്നെത്താൻ ഡയറക്ഷൻസ് വിൽ ബി ഡയറക്റ്റ്. എൻ്റെ കാരണം കർത്താവിൻ്റെ വരവിൻ്റെ കൗണ്ട് ഡൗണും കൂടെ തുടങ്ങുവാന്ന് വെച്ചു. ആ സമയത്ത് മോശ പുറപ്പെടുവിക്കാനേ പറഞ്ഞുള്ളൂ. ആ വാക്ക് കേട്ട് അനുസരിച്ച് ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിച്ചുകൊണ്ടിരുന്നത് താൻ അറിഞ്ഞില്ല മരുഭൂമിയിൽ മന്ന പെയ്യുന്നു. തനിക്ക് അറിയാൻ മേലായിരുന്നു പാറയ്ക്കകത്ത് വെള്ളം ഈ 25 ലക്ഷം പേർക്ക് ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. തനിക്കറിയത്തില്ലായിരുന്നു ചെങ്കടൽ പിളർന്ന് അതിൻ്റെ മധ്യത്തിൽ ഉണങ്ങിയ പാത കാണുമെന്ന്. തനിക്ക് അറിയത്തില്ലായിരുന്നു മാര എന്ന് പറയുന്ന കയ്പേറിയ വെള്ളത്തെ മധുരമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പദ്ധതി.
തനിക്കറിയത്തില്ല. നമുക്കറിയത്തില്ല. അറിയാൻ മേലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ടെൻഷൻ എടുക്കുന്നത്. അറിയാൻ മേലാത്തത് കൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിലുള്ള അധികാരം നമ്മൾ എടുക്കാത്തത്. അറിയാൻ മേലാത്തത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടെന്ന് വരാമെന്ന്, നമുക്കിനിയും വിട്ടുകൊടുക്കാമെന്നും ഒക്കെ ചിന്തിക്കുന്നു. 33-ാമത്തെ വാക്യം പുറപ്പാട് പുസ്തകം, അതിൻ്റെ 14-ാം വാക്യമാണ് ഈ വർഷത്തിലെ ആദ്യത്തെ വചനം. 14. ആ 13 വാക്യം. ആദ്യമായി കൃപ എന്ന് പറയുന്ന വാക്ക് നോഹ ഫേവർ പ്രാപിച്ചു. എന്നാൽ മോശ പറയുന്നൊരു വാക്കാണ് 13 വായിച്ചു. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കാൻ കൃപ ഉണ്ടെങ്കിൽ എൻ്റെ മേലുണ്ട്. ഇഫ് യു ഹാവ് ഫൗണ്ട് ഗ്രേസ് ഇൻ മീ. ഗ്രേസ് ഇസ് യോഗ്യതയില്ലാത്ത ഫേവർ, അൺമെറിറ്റഡ് ഫേവർ. കൃപയ്ക്കകത്തല്ല ഇരിക്കുന്നത്. മോശ പറയാ, ഇഫ് യു ഹാവ് ഫൗണ്ട് ഗ്രേസ്. ജസ്റ്റ് ഇമാജിൻ ദ വേർഡ് ഗ്രേസ്. ആ ഗ്രേസ് ആണ് നമുക്ക് സാന്നിധ്യം തരുന്നത്. നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെ ക്ലെയിം ചെയ്യാവുന്ന ഒന്നുമില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പക്ഷെ ചിലർ പ്രാർത്ഥിക്കും, അവർക്കറിയാം കേൾക്കുന്നവൻ മറുപടി തരുന്നു, അറിയുന്നുണ്ട്. അവർ വീണ്ടും വീണ്ടും പ്രാർത്ഥന ഉരുവെടുത്തില്ല. ദേ വോണ്ട് റിപ്പീറ്റ് ദെയർ പ്രയർ ബിക്കോസ് ദേ നോ, ഒറ്റ പ്രാവശ്യം ഹൃദയത്തിൽ ചെറിയ ആഗ്രഹം വന്നാൽ അതറിയുന്ന, നനവുകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. Now, look at the words of Moses. I know you 12 മുതൽ വായിച്ചു. മോശെ യഹോവയോട് പറഞ്ഞ എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചു. എങ്കിലും ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഈ വർഷം ദൈവത്തെ അടുത്ത് അറിഞ്ഞാൽ ജീവൻ, ആ സമൃദ്ധിയായ ജീവനോടെ നടക്കും. ബൈബിൾ 100 പ്രാവശ്യം വായിക്കുന്നതിനകത്തല്ല, ബൈബിളിൽ ഡിഗ്രി വിരുദ്ധമായ അതിനേക്കാളും വലിയ ബിരുദം എടുത്തിട്ട് ഒരു ഗുണവുമില്ല. അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ഈ യോഹന്നാൻ 5:39-40 ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ, ഹെവൻലി ഫീസ്റ്റ് എന്ന് പറയുന്ന ഒരു ടീമാണ്. അതാർക്കും അറിയത്തില്ല. ഒരു ടീം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ പല വെല്ലുവിളികളിലൂടെ പോയപ്പോൾ ഓസിറ്റ് ബ്രദർ ഒരു വശവും ഇപ്പുറത്തെ വശം എനി ബ്രദർ, അതിൻ്റെ ചുറ്റും പല പേര് പറയാൻ പോയ ആയിരക്കണക്കിന് ആൾക്കാർ എന്നെ താങ്ങി. ഞാൻ ഓർക്കുന്നുണ്ട് 2028 ചെതറി പല ഭവനങ്ങളിൽ വീട് മീറ്റിംഗ് നടക്കുമ്പോൾ, ഈ അരിത്തൊട്ടിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കോട്ടയത്ത്, അവിടുത്തെ മീറ്റിംഗ് ഞാൻ കയറുമ്പോൾ മറിയാമെന്ന് പറയുന്ന സഹോദരി എൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് മോദിച്ചു. എന്ന് പറഞ്ഞു, അപ്പോസ്തലൻ്റെ കൈയാണ്. ആരും അപ്പോസ്തലിൻ്റെ എതിരെ ഒന്നും ചെയ്തില്ല. ഇന്ന് അവരൊക്കെ വൃദ്ധയായി. ഞാൻ നിൽക്കുന്ന സ്റ്റേജ് ഞാനല്ല പണിത്, ഹെവൻലി ഫീസ്റ്റിലെ ഓരോ പ്രാർത്ഥനകളാണ് ആ സ്റ്റേജ് പണിത്. ഇന്ന് എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. എൻ്റെ ശൈലിയോ ഞാനിത് ചെയ്തെന്നോ. ഓരോരുത്തരും എൻ്റെ കൂടെ നിഴൽ പോലെ നടന്ന വിമൽ,
ഈ വർഷത്തെ ഡിസംബർ 31 എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം, വിമൽ എൻ്റെ കൂടെ ഞാൻ ചെയ്യേണ്ട പല കാര്യങ്ങളും ജസ്റ്റ് വിമൽ അത് ചെയ്തേക്കണമെന്ന് പറയുന്നു. മുഴുവൻ കാര്യം ഒരു സ്റ്റേജിൽ വിമൽ എന്നോട് പലരോടും പറയുന്നത് ഞാൻ കേട്ടു. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ പറഞ്ഞു, നമുക്കൊരു തീരുമാനം എടുത്താൽ പോരെ, നമ്മളൊരു ടീമായിട്ട് നിന്നാൽ പോരെ. വിമൽ അങ്ങനെ പേര് പറഞ്ഞാൽ ഓരോരുത്തരും, ടോം, അനിയുടെ അനിയത്തി മിന്നിയുടെ ഹസ്ബൻഡ്, എൻ്റെ ബ്രദർ. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പ്ലാനിങ് മീറ്റിങ്ങിന് ചെന്നപ്പം ഞാൻ പറഞ്ഞു, ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നാൽ ചിലർ 100 രൂപ ചിലപ്പം കൈ തന്നെന്ന് വരും. എൻ്റെ കാരണം എന്താ, ഒരു കീറ്റ ഷർട്ടും പാൻറ്റും ഇട്ട് അവിടെ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുക, വന്ന ഡ്രസ്സ് മാറി വെച്ച് ചെയ്യുക. അങ്ങനെ ബെന്നി ബ്രദർ ആ പൊടി മുഴുവൻ അടിച്ചിപ്പം ശബ്ദമില്ല. ടീം വർക്കാണ് ഹെവൻലി ഫീസ്റ്റ്, ഒറ്റക്കെട്ടാണ് ഹെവൻലി ഫീസ്റ്റ്. സോ ഇവിടെ മടങ്ങി വരാം. മോശ ദൈവത്തോട് പറയാം, ഞാൻ നിന്നെ അറിഞ്ഞു. യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ആദ്യമേ വായിച്ച വാക്കുകളാണ് 39-ൻ്റെ 5-ഉം 5-ൻ്റെ 39-ഉം 40-ഉം വാക്യം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. വെറും നിരൂപണങ്ങളാണ്. ബൈബിൾ 100 പ്രാവശ്യം വായിച്ചാൽ വേദപണ്ഡിതനാകാം. ഞാനൊരു നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വചനം ശബ്ദമായി മാറും. വേണ്ടാത്ത ഒരു വാക്കുകളും നമ്മുടെ വായിൽ നിന്ന് വരില്ല. ആ ശബ്ദം കേട്ട് നടക്കുന്നവരെയാണ് ദൈവത്തിൻ്റെ, അതാ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ബൈബിൾ വാക്യങ്ങൾ കാണാപ്പാഠം പറയാൻ ആർക്കും പറ്റും. പക്ഷെ യേശുവിനെ പറയണമെങ്കിൽ ഉള്ളിൽ യേശു ജനിക്കണം. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയാം, ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിക്കാൻ, കാണാപ്പാഠം പറഞ്ഞ് പറയാൻ ആർക്കും പറ്റും. പക്ഷെ യേശുവിനെ പറയണമെങ്കിൽ അകത്ത് യേശു ജനിക്കണം, ക്രിസ്തു ഉരുവാകണം, ഉള്ളതേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നോ, യേശു പറയാം, നിങ്ങളുടെ നിരൂപണമാണ്. നിങ്ങൾ തിരുവെഴുത്തുകൾ വായിച്ചാൽ നിങ്ങൾക്ക് വായിച്ചു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ വെറും നിരൂപണമാണ്. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അവ ഈ ബൈബിൾ മുഴുവൻ സാക്ഷ്യമാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും യേശു അനന്യനാണെന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ്. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന്, ജീവൻ, സമൃദ്ധിയായ ജീവൻ, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. യേശുവുമായിട്ട് വ്യക്തിപരമായി നടക്കാൻ മനസ്സില്ല. ബൈബിൾ വായിച്ചു തീർന്നു. അവിടെയാണ് എല്ലാവരുടെയും തോന്നൽ, ബൈബിൾ വായിച്ചാൽ ഒരു കർമ്മം തീർന്നതുപോലെയാണ്. ചിലർക്ക് രാവിലെ ബൈബിൾ വായിച്ചില്ല, വൈകുന്നേരം ബൈബിൾ വായിച്ചില്ല, കുറ്റബോധം വരെ വരുന്നവരുണ്ട്. ഇത് ബൈബിൾ ഒരു ചൂണ്ടുപലകയാണ് ഒരു വ്യക്തിയിലോട്ട്. ആ വ്യക്തിയുമായിട്ടുള്ള കൂട്ടായ്മ, ഞാൻ പറഞ്ഞല്ലോ, അകത്ത് ക്രിസ്തു ഉരുവാകണമെന്ന് പൗലോസ് പറയുന്ന പദം, വ്യക്തിപരമായ ബന്ധം. ആ വ്യക്തിപരമായ ബന്ധം എന്ന് പറയുന്നത് എൻ്റെ ചോയ്സാണ്, എൻ്റെ തീരുമാനമാണ്. എനിക്ക് വേണമെങ്കിൽ എന്നെ തന്നെ വഞ്ചിക്കാം. ബൈബിൾ വായിച്ചു, ഇന്നത്തെ ദിവസം ബൈബിൾ വായിച്ചു, നന്ദി.
പക്ഷെ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ വേറെ ഒരു അനുഭവമാണ്. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം, യേശുവിൻ്റെ കൂടെ നടക്കുന്നതും ബൈബിൾ വായിക്കുന്നതും രണ്ടും രണ്ടാണ്. ബൈബിൾ ഒരു ചൂണ്ട് പലകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ യേശുവിൻ്റെ കൂടെ നടക്കുന്നത് അനുഭവമാണ്. മറ്റേത് ബുദ്ധി ചീർക്കും, ഇത് നമ്മൾ സൗമ്യരാകും. കാരണം തൻ്റെ കൂടെ നടക്കാനുള്ള യോഗ്യത തന്നത് കൃപയാണ്. ദഹിപ്പിക്കുന്ന അഗ്നിയുടെ കൂടെ നിൽക്കുന്നത് കൃപയാണ്. സോ അതാണ് 33-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ മോശ ദൈവത്തോട് പറയുന്ന വളരെ നിർണായകമായ വാക്കുകളാണ്. ഈ വാക്കുകൾ ഈ വർഷത്തെ പ്രത്യേകതയാണ്. Moses said to the Lord, see, you say to me, bring these people. അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് പറഞ്ഞത് ഞാൻ അതുപോലെ കേട്ടു. ഞാൻ ഒത്തിരി കംപ്ലൈൻറ്റ് പറഞ്ഞു, പക്ഷേ ഒന്നുമല്ല, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണം. നിന്റെ വഴി എന്നെ അറിയിക്കണം. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ എന്നോട് കൃപ ഉണ്ടാകുവാൻ. I know you by name, and you have also found grace in my sight. ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ. അതിനവൻ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ഞാൻ നിനക്ക് സ്വസ്ഥത തരും. ദൈവ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് സ്വസ്ഥത എന്ന് പറയുന്നത് ശബത്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും ഭൗതികമായും ജീവിതത്തിലും നിത്യതയുടെ ഉറപ്പും സമാധാനം, സർവ ബുദ്ധിയെയും കവിയുന്ന സമാധാനം. അതാണ് ഈ വർഷത്തെ മൂലവാക്യം. I have known your name. I know you by name, and you have also found grace in my sight. Now therefore I pray. എനിക്ക് അങ്ങയുടെ നാമം അറിയാം. അങ്ങയുടെ നാമം ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തവൻ. 2, എനിക്ക് അങ്ങയുടെ കണ്ണിൽ കൃപയുണ്ടെന്നറിയാം. അതാണ് ആദ്യത്തെ ഭാഗം, വേക്കപ്പ്. ഉണര്. ദൈവത്തിൻ്റെ കൃപ കാരണമാണ് നിങ്ങളും ഞാനും നിൽക്കുന്നത്. 2, യേശുവുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ ഞാനോ ലോകാന്ത്യത്തോളം എല്ലാ നാഴികയിലും നിങ്ങളുടെ കൂടെയുണ്ട്. സാന്നിധ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന അനുഭവം. സാന്നിധ്യത്തിൻ്റെ അകത്തിരിക്കുമ്പോഴാണ് സ്വസ്ഥത. സാന്നിധ്യത്തിൻ്റെ അകത്തിരിക്കുമ്പം ഞാൻ ഈ ഡിസംബർ 31 വേണ്ടി ഒരു ഒരുക്കമായി ഒന്നും ചെയ്തില്ല. അതിൻ്റെ കാരണം വചനത്തിനകത്തായി തീർന്നു ഞാൻ. അതിൻ്റെ കാരണം റോമർക്ക് എഴുതിയ ലേഖനം ലഘൂകരിച്ച് എഴുതാൻ തുടങ്ങിയ സമയം മുതൽ എൻ്റെ അകത്ത് ഈ വചനം എൻ്റെ ഭാഗമായി തീരാൻ. The word became a part of me. So ഈ വർഷം 2026 is going to be an year of super abundance. എന്ന് പറഞ്ഞാൽ ചിന്തിക്കാത്ത നിലയിൽ ആർക്കാണ് കണക്റ്റഡ് ആയിരിക്കുന്നവർക്ക്. മോശ പറയുന്ന ഈ വാക്ക് വീണ്ടും ശ്രദ്ധിക്കണം. അങ്ങ് പറഞ്ഞു എൻ്റെ ജനത്തെ വിടുവിക്കാൻ പോയിക്കൂ. ആ പറഞ്ഞത് കൊണ്ട് തന്നെ ഇനി ഇതൊരു ദൂതനെ അയച്ചാൽ പോരാ, എനിക്ക് അങ്ങ് തന്നെ എൻ്റെ കൂടെ കാണും. യേശു പറഞ്ഞ വാക്കാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ മുഴുവൻ ഞാൻ നിവർത്തിക്കും. നിങ്ങളുടെ ആത്മീയത, നിങ്ങളുടെ പ്രാർത്ഥന, വ്യക്തിപരമായി
ഒരു കുടുംബത്തിൽ 5-10 അംഗങ്ങൾ, 5-6 അംഗങ്ങളുണ്ടെങ്കിൽ ഓരോരുത്തരുടെ വ്യക്തിപരമായ കർത്താവുമായിട്ട് ബന്ധത്തിലാണ് അവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് തീരുമാനം. കെയർ ഓഫ് വിശ്വാസം ഇല്ല ഇവിടെ. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവാചകൻ പറയുന്നത്, അപ്പൻ പുളിച്ച മുന്തിരിങ്ങ തിന്നു എന്ന് പറഞ്ഞ് മക്കളുടെ വായിൽ പുളിച്ചു എന്ന് പറയരുത്. അപ്പൻ്റേത് അപ്പനോട് ഞാൻ ചോദിക്കും, മക്കളോട് ഞാൻ ചോദിക്കും എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി, വ്യക്തിപരമായി നമ്മൾ റെസ്പോൺസിബിൾ. സോ ഈ വർഷം 2026 ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ സ്വർഗവും ഭൂമിയും ഒരേ പേസിൽ ചലിക്കുന്ന വർഷമാണ്. നോ, ഗോഡ് ഈസ് ഇൻഫൈനൈറ്റ്. ദൈവം അതിർത്തി വരുമ്പകളില്ല, ഇൻഫൈനൈറ്റാണ്. ആ ഇൻഫൈനൈറ്റ് ദൈവമാകുന്ന യേശുവായിട്ട് വ്യക്തിപരമായി നടക്കാൻ തുടങ്ങാൽ യു വിൽ ബിക്കം ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അതിർത്തികൾ കാണത്തില്ല. അതാണ് എഫീഷ്യർ 3 പറയുന്നത്, ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യാൻ കഴിവുള്ള ദൈവം ഇൻഫൈനൈറ്റാണ്. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയാം, എൻ്റെ ജനത്തെ വിടുവിക്കണമെന്ന് ഞാൻ അങ്ങ് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടിറങ്ങിയതാണ്. അങ്ങയുടെ നാമം എനിക്കറിയാം. 2, അങ്ങയ്ക്ക് എന്നോട് കൃപ ഉണ്ടെന്നും അറിയാം. പലപ്പോഴും ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയെങ്കിലും എൻ്റെ അകത്ത് ആ ഉറപ്പില്ല. ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേലുണ്ട്. കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ യാചകന്മാരല്ലെന്നും ദൈവത്തിൻ്റെ മക്കളും ആ മക്കൾ ദൈവത്തിൻ്റെ നീതിയിൽ നിൽക്കുന്നവരും. ഈ വർഷം സ്വസ്ഥത എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കണ്ണീരോടെ വിതച്ചത് ഈ വർഷം സന്തോഷത്തോടെ അത് കൊയ്യും. കഴിഞ്ഞ നാളുകളിൽ വളരെ അധികം വിഷമിച്ച കാര്യങ്ങൾക്ക് പകരമായി ഈ വർഷം കർത്താവ് അധികമായ അനുഗ്രഹവും സന്തോഷവും ആരോഗ്യവും നന്മ കൊണ്ട് നിറയ്ക്കും. എന്നാൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താ? ഡിവൈൻ കണക്ഷൻ. ദൈവവുമായിട്ടുള്ള ഡിവൈൻ കണക്ഷനിൽ നടക്കുന്നവർക്ക്. നൗ ഈ വർഷത്തെ കുറിവാക്യം ഞാൻ ഇന്നലെ രാത്രി വായിച്ചെങ്കിലും ഇറ്റ് വാസ് ദിസ് വേൾഡ്. ഈ വാക്കായിരിക്കും നിങ്ങൾ കലണ്ടറിൽ കാണുന്നത്. എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വരും. സാന്നിധ്യത്തിൻ്റെ വില മനസ്സിലാക്കുന്നവർ. അതുകൊണ്ടാണ് ഈ യേശു പറയുന്നത്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളവൻ. ചിലർ പറയത്തില്ലേ, ഒന്ന് പ്രാർത്ഥിച്ചാൽ. അങ്ങനെ ഈ പരിപാടി നടക്കത്തില്ല. ഒരിക്കൽ 2 അന്ധന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു, ഞങ്ങളെ സൗഖ്യമാക്കണം. യേശുവിൻ്റെ ചോദ്യം, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സോ ഈ വർഷം സാന്നിധ്യത്തിൻ്റെ വില, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം, എൻ്റെ ആസ്തി പരിശുദ്ധാത്മാവാണ്, എൻ്റെ ട്രഷർ യേശുവാണ്. ആ നിധി ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ചുമതല എൻ്റേത്. അത് കൂട്ടായ്മയിലൂടെ മാത്രമേ നടക്കൂ. ഇത് മാർച്ച് ഫോർവേഡിൻ്റെ വർഷം.
അറൈസ് ആൻഡ് ഗോ എന്നതിൻ്റെ വർഷം എന്ന് പറയുമ്പം കംപ്ലൈൻറ്റുകൾ നിർത്തി എന്ന് പറഞ്ഞാൽ എനിക്കിതില്ല, എനിക്കതില്ല. യേശു ഞാൻ കൂടെ ഉണ്ട്. അപ്പം ഞാൻ കൂടെ ഉണ്ടെന്നുള്ള വാക്കിൻ്റെ വില അറിയാത്തവരാണ് ഭാരപ്പെടുന്നത്, ടെൻഷൻ അടിക്കുന്നത്, പരാതി പറയുന്നത്, പെറുപെറുപ്പുള്ളത്. ഉദാഹരണം ഞാൻ പറയാം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഒരു 3 ദിവസത്തേക്ക് താമസിക്കാൻ വരുമോ? ഞാൻ ആ വീട്ടിൽ ഉള്ളിടത്തോളം ആ 3 ദിവസം ഒച്ചത്തിൽ വർത്തമാനം നടക്കത്തില്ല, മക്കളെ തല്ലത്തില്ല. എന്ത് ബെസ്റ്റായിരിക്കും. ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മക്കളോടൊക്കെ ഇടപെടുന്നത് സൂപ്പറായിരിക്കും. കാര്യം എന്താ? ഞാൻ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഇത് യേശു എപ്പോഴും കൂടും. സോ ആ ഡിവൈൻ കണക്ഷൻ എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ഡിവൈൻലി കണക്റ്റഡ് ആവുമ്പോൾ യേശുവുമായിട്ടുള്ള കണക്ഷനിൽ നടക്കുമ്പോൾ ഹീ വിൽ കണക്ട് യു വിത്ത് ഡിവൈൻ കണക്ഷൻ വിത്ത് ദ ഹയസ്റ്റ് അതോറിറ്റീസ്. യുവർ പൊസിഷൻ വിൽ ചേഞ്ച്. വചനം പറയുന്നത് എൻ്റെ ശബ്ദം കേൾക്കുന്ന സാന്നിധ്യത്തിന് ശബ്ദമാണ്. സാന്നിധ്യത്തിന് ശബ്ദമാണ്. ആ സാന്നിധ്യത്തിൻ്റെ ശബ്ദം കേട്ട് നടക്കുന്നവരെ ഐ വിൽ സെറ്റ് യു അപ്പ് above all the nations of the earth. ലോകത്തിലെ സകല രാജ്യങ്ങളിലും ഉന്നതനായി ഞാൻ നിന്നെ ആക്കും. സോ ഇന്ന് രാത്രി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലെ ക്രിസ്തു എഴുന്നേൽക്കണം. അതാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം. ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു. കാര്യം കൊച്ചിയിലെ നമ്മുടെ സഭ ആ കൊറിയോ തീം തന്നെ എഫീഷ്യർ 5:14 and I was surprised because the whole message was around that. എഫീഷ്യർ 5 അതിൻ്റെ 14-ാം വാക്യം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുക. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എന്നാൽ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ ദർശനമില്ലാത്തവർ. 1-ാം സങ്കീർത്തനം ഇങ്ങനെ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ടവൻ ഇങ്ങനെയുള്ളവനാകുന്നു. അനുഗ്രഹിക്കപ്പെടുന്നവൻ ഇങ്ങനെയാകുന്നു എന്ന് പറഞ്ഞാണ് ഇംഗ്ലീഷിൽ തുടങ്ങുന്നത്. മലയാളത്തിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരവും പരിഹാസികളുടെ ഇനിയൊന്ന് വായിക്കാം. 1-ാം സങ്കീർത്തനം. പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിക്കാതെയും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവൻ അവൻ ആറ്റുതീരത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയും തക്ക സമയത്തും ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ബിക്കോസ് ഹിസ് റിസോഴ്സ് ഇസ് ഗോഡ്. മരിച്ചവന്റെ ഇടയ്ക്ക് നിന്ന് എഴുന്നേക്കുക എന്ന് പറഞ്ഞാൽ those who are spiritually dead, ഹൃദയം കഠിനപ്പെട്ടവർ. ഹൃദയം കഠിനപ്പെടുക എന്ന് പറയുമ്പം അത്ഭുതം നടക്കുമ്പോഴും പറയും ഇത് തട്ടിപ്പാണ്. വിശ്വാസികളെ എന്നാൽ ഈ വിശ്വാസികളുടെ
നല്ല മനസ്സാക്ഷി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യാനും എന്ത് പറയാനും ഒരു മടിയുമില്ല, ഹൃദയ കാഠിന്യ നിമിത്തം. അതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, അത് കഴിഞ്ഞ് 12-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും അവരുടെ കയ്യാൽ നടന്ന അത്ഭുതങ്ങളും നടന്നുകൊണ്ടിരുന്ന അത്ഭുതങ്ങളും കണ്ടിട്ട് പോലും യേശു കൂടെ ഉണ്ടായിട്ട് പോലും അവർ സംശയിച്ചു, അപ്പം എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് യേശു അവരോട് ചോദിച്ചത്, നിങ്ങൾ ഇപ്പോഴും ഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുടെ ഹൃദയം ഇത്രയും കഠിനപ്പെട്ടു പോയോ? 5 അപ്പം തന്നപ്പം എത്ര കൊട്ടയാണ് മിച്ചം വന്നേ പന്തിയിൽ. അപ്പോൾ ഇന്ന് രാത്രി ഈ വർഷം ആദ്യമേ ഇരുന്ന് തിരിഞ്ഞൊന്ന് നോക്കണം ദൈവം നടത്തിയ വഴികൾ. ആ നിർമ്മല സ്നേഹം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരികെ. റെവറൻ ബെറ്റി കിങ് ഗോഡ് ചാനലിലെ ക്രൈയിലെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഇതുപോലെ കരഞ്ഞിട്ടില്ല, എൻ്റെ ഹൃദയം പൊട്ടുമായിരുന്നു. വായിച്ചേ 3:1-8-12. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, വീണ്ടും ഞാൻ പറയാം, പാപങ്ങൾ മോചിക്കപ്പെട്ടവരെ എന്നല്ല വിളിക്കുന്നത്, വിശുദ്ധ സഹോദരന്മാർ. സ്വർഗീയ വിളിക്ക് ഓഹരി ആരുമായിട്ട് പാർട്ടേക്കർ, യേശുവുമായിട്ട് പാർട്ടേക്ക് ചെയ്തിരിക്കുന്നത്. ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. താൻ വിശ്വസ്തനായിരുന്നു. അതിന്റെ 8-ാമത്തെ വാക്യം, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് യേശുവിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിന് എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇത് നിർമ്മലമാക്കിയതാണ്. ഹൃദയം കഠിനപ്പെട്ടവരുടെ കൂടെ നടന്നാൽ വിശ്വാസം നശിക്കും. നിങ്ങളെക്കാളും ഒരു പടിയും കൂടെ ഉയർന്ന വിശ്വാസത്തിൽ നടക്കുന്നവരുടെ കൂടെ വേണം നടക്കാൻ. നിങ്ങളെ വിശ്വാസത്തിൽ ഉത്സാഹിപ്പിക്കുന്ന ആൾക്കാർ. നമ്മുടെ വായിൽ നിന്ന് വേണ്ടാതെ വരുമ്പം തിരുത്താൻ തയ്യാറാകുന്നത്. നമുക്ക് തിരുത്തുന്നവരെ അത്ര ഇഷ്ടമില്ല. തിരുത്തുന്നവർ, പിശാചിന് ഇടം കൊടുക്കാത്തവർ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്തവർ, മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുക. ആരോടായി പറയുന്നത്? വിശുദ്ധന്മാരോട് പറയുന്നത്. എഫെസസിലുള്ള വിശുദ്ധന്മാരോട് പറയുന്നത്. കാര്യം, ഹൃദയം കഠിനപ്പെട്ട് പ്രാകൃത മനുഷ്യനേക്കാളും ഇവർ വഷളായിട്ട് നിൽക്കുക. വിശ്വാസിയുണ്ട്, ജഡത്തിൽ നടക്കുന്ന വിശ്വാസി, പ്രാകൃത മനുഷ്യൻ. പ്രാകൃത മനുഷ്യന് ഇതെല്ലാം ഭോഷത്വം. പക്ഷെ വിശ്വാസിയുടെ ഹൃദയം കഠിനപ്പെട്ട് ജഡത്തിൽ നടന്നാൽ തന്നെ സംബന്ധിച്ചോളം ഒരു കാര്യത്തിനും തൻ്റെ ഹൃദയത്തിൽ ഒരു ഇമോഷൻസ് ഇല്ല. നമ്മൾ ചിലരോട് പറയത്തില്ലേ, ഇത്ര ഹൃദയം കഠിനപ്പെട്ടു. അതിൻ്റെ 12-ാമത്തെ വാക്യം, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടത്, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച്, യേശു ജീവനോടെ ഉണ്ടെന്ന് ഉള്ള വിശ്വാസം ത്യജിക്കരുത്. ഞാനിവിടെ ഇരിക്കുമ്പം എനിക്ക് ഉറപ്പ് 101%, 100% എന്നാണ് കറക്റ്റ് എക്സ്പ്രഷൻ.
യേശു ജീവനോടെ ഉണ്ടെന്നും പിതാവിൻ്റെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി ഉണ്ടെന്നും മടങ്ങി വരുന്നുണ്ടെന്നും ഉറപ്പുണ്ട്. ആ ഉറപ്പ്, അതുകൊണ്ടാണ് ഈ 1 തിമോത്തി 6 അതിന് അവിടെ ഒന്ന് ഇവിടെ തിരിച്ചു വരും നമ്മൾ സമയമുണ്ടെങ്കിൽ. 1 തിമോത്തി 6 അധ്യായം അതിൻ്റെ 12 മുതൽ വിശ്വാസത്തിൻ്റെ നല്ല പോര് പൊരുതി നിത്യജീവനെ. കാര്യം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ വിശ്വാസത്തെ ത്യജിക്കാൻ, യേശുവിനെ ത്യജിക്കുന്ന നിലയിൽ ആൾക്കാർ സംസാരിക്കും. ദുഷ്ടന്മാരുടെ ആലോചന സൂക്ഷിച്ചോണം. 2026 ഇത് വർദ്ധിക്കും. കാരണം എന്താ? കർത്താവിൻ്റെ വരവ് അടുക്കും തോറും സ്നേഹം തണുപ്പും ആകും. സ്നേഹമാണ് വിശ്വാസത്തിൻ്റെ ഉറവിടം. സ്നേഹത്താൽ ഉരുവാകുന്ന വിശ്വാസം. അതാണ് ലൂക്കോസ് 8 യേശു പറയുന്നത്, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസമുണ്ടോ എന്ന് കാണേണ്ടി വരും. എന്ന് വെച്ചാൽ ഇറ്റ് വിൽ നോട്ട് ബി ദെയർ. അന്ത്യകാലത്ത് അഥവാ കർത്താവിൻ്റെ വരവിൻ്റെ കൗണ്ട് ഡൗണും കൂടെ 2026. വായിച്ചേ എന്തോ 12 മുതൽ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതി നിത്യജീവനെ പിടിച്ചോളുക. ആ, അതിനായി നീ അതിനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം യേശുവാണ്. യേശു ജീവിക്കുന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണെന്നും മരിച്ചു ഉയർത്തെഴുന്നേറ്റവനാണെന്നും സ്നാനം തന്റെ കൽപ്പനയാണെന്നും വിശ്വസിച്ചവർ. അനേക സാക്ഷികളുടെ മുമ്പേ, അനേക സാക്ഷി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനും ഭൂമിയിലുള്ള മുഴുവൻ സാക്ഷികളുടെ മുമ്പേ ഏറ്റുപറഞ്ഞത്. നിഷ്കളങ്കനും നിരപവാദിയുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്ന് സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവവും നോക്കിക്കേ, പെന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച എന്ന് പറഞ്ഞാൽ പെന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ ചെന്നപ്പോഴും യേശുവിന്റെ വാമൊഴി പതറിയില്ല. കാര്യം തനിക്ക് അറിയാം താൻ ആരാ. പീലാത്തോസ് ഒരിക്കൽ യേശുവിനോട് ചോദിക്കുക, നീ എന്താ മിണ്ടാത്തത്? എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്കറിയത്തില്ലേ? യേശുവിൻ്റെ മറുപടി, നിന്റെ അധികാരം എൻ്റെ അപ്പന തന്നെ, എൻ്റെ പിതാവ് തന്നെ. എൻ്റെ പർപ്പസ് വളരെ ക്ലിയറാണ്. നീ വിചാരിച്ചാലും ഒന്നും നടക്കത്തില്ല. ഞാൻ വന്നിരിക്കുന്നത് എന്തിനാന്ന് എനിക്കറിയാം. തൻ്റെ സ്വീകാര്യം, തൻ്റെ വായിന്ന് സ്വീകരിച്ച് പറഞ്ഞ വാക്കുകൾക്ക് വ്യത്യാസം വന്നില്ല. അതാണ് എബ്രായർ 3:12 പറയുന്നത്, ദൈവത്തെ ത്യജിക്കുന്നവർ. എങ്ങനെ ത്യജിക്കാൻ പറ്റും? വായിന്ന് വേണ്ടാത്ത യേശു ഒന്നുമില്ല, ഇതെല്ലാം ചുമ്മാതെയാണ്. നമ്മൾ പറയുന്ന വാക്കുകളുടെ, അതാണ് ഒരു ഊണിന് ജ്യേഷ്ഠ അവകാശ സ്ഥാനം കളഞ്ഞ ഈസാവിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പ് വരില്ല. എങ്ങനെയാ ജ്യേഷ്ഠാവകാശം കളഞ്ഞ? ഇന്ന് എടുത്തോ വായിന്ന് പറയുക. അവകാശിയെ യേശാവ് ആദിജാതനായതുകൊണ്ട്. പക്ഷേ ഒരു ഊണിന് വേണ്ടി, ഒരു ചെറിയ പായസത്തിന് വേണ്ടി, താൽക്കാലികമായ വിശപ്പ് അടക്കുവാനായിട്ട് തൻ്റെ വായിന്ന് ഇതിനകത്ത് തന്നെ കാര്യം എന്നാ പിടിച്ചു. നോ, മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുക. 2026 കൂട്ടായ്മ നടത്തേണ്ടത് ആത്മീയരോട്, നിങ്ങളെക്കാളും ഒരു ഗ്രേഡ് ഉയർന്നിരിക്കുന്നവരോട് നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ടത്.
അങ്ങനെയെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം ഡിവൈൻ കണക്ഷൻസിൻ്റെ വർത്തം. ഡിവൈൻ കണക്ഷൻ എന്ന് പറയുമ്പോൾ ദൈവത്തോടും ദൈവം കണക്ട് ചെയ്യുന്ന സുപ്രീം അതോറിറ്റീസിനോടും. സോ ഇന്ന് വീണ്ടും കർത്താവിന് നന്ദി, എല്ലാവർക്കും നന്ദി പറയുകയാണ്. നിങ്ങൾ വളരെ ത്യാഗം സഹിച്ച് 1-ാം തീയതി മീറ്റിങ്ങിന് വന്നു. ഒരാൾ പോലും വെറും കൈയോടെ പോയിട്ടില്ല, നിറഞ്ഞാ പോയിരിക്കുന്നു. A well-wisher from Trivandrum Heavenly Feast Central, God bless you. Heavenly Feast Dammam, Saudi Arabia, God bless you. Prabha Johnson and family, Heavenly Feast കോഴിക്കോട്, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. റോണക് ആൻഡ് സാറയ്ക്ക് വെഡിങ് ആനിവേഴ്സറി. ഇന്ന് ഡോക്ടർ സജീവും മിനി സിസ്റ്ററിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. സാറയുടെ പപ്പയും മമ്മിയും എൻ്റെ പേഴ്സണൽ ഡോക്ടറും ഡോക്ടർ സജീവ് ആൻഡ് മിനി സൗദരി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്നാണ് പറഞ്ഞത്? അതാ, റോണക്കിനും സാറായ്ക്കാണ് വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്തിരിക്കുന്നത്. ഹെവൻലി ഫീസ്റ്റ് കുവൈറ്റാണ്. 31-ാം തീയതി റോണക്കും സാറയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. 1-ാം തീയതി ഡോക്ടർ സജീവും മിന്നി സിസ്റ്ററിൻ്റെ wedding anniversary. Rajan brother and Binu sister celebrating their wedding anniversary. God bless you. Martin and Merlin, Heavenly Feast Kuwait in sponsor ചെയ്തിരിക്കുന്ന. Amita and Namita celebrating her second wedding anniversary. Namita എന്ന് പറയുമ്പോൾ, നമിത എന്ന് പറയുന്ന ഒരു മോള് വളരെ മേലാതെയും കിടപ്പുണ്ട്. അമ്മക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. അപ്പ എന്നമ്മ ദുബായ്. ഇന്ന് സമിത് ആൻഡ് കെസിയ, Heavenly Feast UK, Heavenly Feast Church Koni, Thomas Vinod and family, Heavenly Feast Pathanamthitta, Heavenly Feast Church Dallas, US, Joseph Lucas, Geeta Joseph, Christina, Heavenly Feast London, Sangeeta Tanhara and Arjun, Heavenly Feast Singapore, AF Joseph and family, Abu Dhabi, Suresh brother and family, Heavenly Feast Kuwait, Chandran, Vanaja, Chandran celebrating their 48th wedding anniversary today. Irnalakuda, Heavenly Feast, Christina, Sweetie's birthday, Daddy Mama, Gifty, Heavenly Feast, Kentucky, USA, and Alka Sara Saji celebrating her 12th birthday today. Appa Amma and Angel, Heavenly Feast for her. In the star അയച്ചിരിക്കുന്നത് രഞ്ജിത്ത് രമണൻ 3777 777 3 പ്രാവശ്യം അയച്ചതാണ്. 3777. Zakaria VV 3000, God bless you. Bivin Joseph 1000, Jitin M Edison 500, Joe Nimre 369, Reba VK 102, Suma Elizabeth 101, Geeta Joseph 101, Annie Thomas 100, Anida Rabi 99, Thomas Chaco 99, Anisha Rapai 50 and Wilson 15. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കയ്യിലാണ് ഇത് വിതച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ നന്ദിപൂർവം പറയുന്നു. ഡിസംബർ 31-ാം തീയതിയുടെ മീറ്റിങ്ങിന് വേണ്ടി വിതയ്ക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ പലരും 50 മുതൽ നല്ല തുകകൾ വരെ അയച്ചു. കുറച്ച് ഷോർട്ടേജസ് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഈ വിതയ്ക്കുന്നവരെല്ലാം കർത്താവിൻ്റെ വയലിലാണ് വിതയ്ക്കുന്നത്. യേശുവിൻ്റെ നാമം നിമിത്തവും സുവിശേഷം നിമിത്തവും വിതച്ചിക്കുന്നവർ 100 മടങ്ങ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ എന്ന് യേശു പറഞ്ഞു. കിട്ടാത്ത ഒരുത്തൻ പോലുമില്ല. താങ്ക് യു വെരി മച്ച് ഫോർ ഫിനാൻഷ്യലി സപ്പോർട്ടിങ് അസ്. പ്രാർത്ഥിക്കാം. പിതാവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിതച്ചിരിക്കുന്നവർ അങ്ങയുടെ കയ്യിലാണ് വിതച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന നിലയിൽ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. എല്ലാ മേഖലകളിലും ഈ വർഷത്തിൽ കർത്താവെ കവിഞ്ഞ് ഒഴുകുന്ന അനുഗ്രഹം ഉണ്ടാകുവാൻ
കർത്താവ് കൃപ ചെയ്യും. ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സ്. അപ്പോൾ തന്നെ ഇന്ന് ശാരീരികമായ അസ്വസ്ഥതയുള്ളവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പരിപൂർണമായ വിടുതല. 2026 പരിപൂർണ ആരോഗ്യത്തിൻ്റെ വർഷമാകട്ടെ. സാമ്പത്തികമായി ഭാരപ്പെടുന്നവർക്ക് പുതിയ വഴി തുടങ്ങി. 2026 പുതിയ വഴികളുടെയും സാമ്പത്തിക അഭിവൃദ്ധിയുടെ വർഷമാകട്ടെ. കർത്താവിൻ്റെ മഹാകരുണയ്ക്കായി സ്തോത്രം. കൃപയിൽ സൂക്ഷിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സോ ബ്ലെസ്സഡ് ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ നമുക്കില്ല. ബ്ലെസ്സഡ് ന്യൂ ഇയർ. അനുഗ്രഹിക്കപ്പെട്ട 2026. ഈ 2026 ആദ്യത്തെ മെസ്സേജാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വേക്കപ്പിലോട്ട് കയറുന്നേ ഉള്ളൂ. നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഡോക്ടർ സജീവിനോട് വർത്താനം പറഞ്ഞു. രാത്രി വെഡിങ് ആനിവേഴ്സറി പറയാൻ ഞാൻ വിളിച്ചവൻ പറഞ്ഞു, തങ്കു ബ്രദർ 1 മണിയായെന്ന് പറഞ്ഞപ്പോഴാണ് 1 മണിയായെന്ന് നോക്കി. അടുത്ത് നോക്കിക്കുക, 5 മണിക്ക് ആരംഭിക്കുന്നത് 1 മണി വരെ സമയം പോയത് അറിയാത്തത് ഇൻഫൈനൈറ്റ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നത്. സോ ഈ വർഷം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കീപ് സപ്പോർട്ടിങ് അസ്, പ്രേയിങ് ഫോർ അസ്. നിങ്ങളുടെ പ്രാർത്ഥന വളരെ വിലപ്പെട്ടതാണ്. നാളെ വൈകുന്നേരം വീണ്ടും നമുക്ക് കാണാം. ഇന്ന് ജോലിക്ക് ഇറങ്ങുന്നവർ ധൈര്യത്തോടെ ഇറങ്ങണം. കിടന്നുറങ്ങാൻ പോകുന്നവർ നല്ല സുഖമായി കിടന്നുറങ്ങണം. 4-ാം തീയതി ഈ വർഷത്തെ ആദ്യത്തെ ഞായറാഴ്ച. 4-ാം തീയതി ഈ വർഷത്തെ ആദ്യത്തെ ഞായറാഴ്ച കർത്താവ് അനുവദിച്ച് ദുബായിൽ കുടുംബത്തോടു കൂടെ ചെലവഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇറ്റ് വിൽ ബി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ ടുഗെദർ. 4-ാം തീയതി ദുബായിൽ UAE മുഴുവൻ കുടുംബങ്ങളും നമുക്കൊന്നിച്ച് കൂടാം. കോട്ടയത്ത് അഫ്കോഴ്സ് തോമസ് ബ്രദറായിരിക്കും. സോ ഗോഡ് ബ്ലെസ് യു. ഈ ഞായറാഴ്ച ഇന്നർ ചേംബർ കുടുംബാംഗങ്ങളും ഹെവൻലി ഫീസ് കുടുംബാംഗങ്ങളും നമുക്കൊന്നിച്ച് ദുബായിൽ കൂടണം. അപ്പോൾ തന്നെ നാളെ വൈകുന്നേരം കർത്താവിനെ വീണ്ടും നമുക്കൊന്നിച്ച് ഈ വചനം തുടരട്ടെ. ഗോഡ് ബ്ലെസ് യു.